ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഓണമായിട്ട് എല്ലാവരും രാവിലെ തന്നെ തിരക്കിലായിരിക്കും അല്ലേ? പൂവൊക്കെ ഇടുന്ന തിരക്കിലായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനും രാവിലെ തന്നെ പൂവിടാനുള്ള ഒരുക്കത്തിലായിരുന്നു കേട്ടോ. ഈ പൂവ് നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇതാണ് ഹനുമാൻ കിരീടം എന്ന് പറയുന്ന പൂവ്. പണ്ട് നമ്മളൊക്കെ ചെറുതുള്ള സമയത്തേ ഉള്ള പൂവാണിത്. ഇപ്പം അധികം എവിടെ കാണാനില്ല. ഇന്ന് നാടൻ പൂവ് മാത്രം ഉപയോഗിച്ചൊരു പൂക്കൾ ഒരുക്കാമെന്ന് ഞാൻ വിചാരിച്ചത്, മുറ്റത്തിടാൻ വേണ്ടിയിട്ട്. അതിലിപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് ഓണപ്പൂവാണേ. വയലറ്റ് കളറിൽ ഓണപ്പൂവാണ് ഇപ്പോൾ കണ്ടത്. ഈ കാണുന്നത് ചെമ്പരത്തിയാണ്, അതായത് തട്ട് ചെമ്പരത്തി ഇല്ലേ? ഒരു ചെമ്പരത്തിൻ്റെ ഉള്ളിൽ വേറൊരു ചെമ്പരത്തിയും കൂടി വരുന്നതാണ് നമ്മൾ തട്ട് ചെമ്പരത്തി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കുറച്ച് പൂവ് വിരിഞ്ഞിട്ടുണ്ടായിട്ടുള്ളൂ. അതിപ്പോൾ ഒരു മരക്ക മുറിച്ചതുകൊണ്ട് ചെമ്പരത്തിയൊക്കെ ഒടിഞ്ഞ് പൊട്ടാനായ അവസ്ഥയിലാണ് ഉണ്ടായത്. എങ്കിലും അതിൻ്റെ അകത്ത് കുറച്ച് പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ കാണുന്നത് ഓണപ്പൂ തന്നെയാണ്. അത് വെള്ള കളറിലുള്ള ഓണപ്പൂവാണ്. ഓണപ്പൂ പല കളറിലുണ്ടല്ലോ. ഇതൊക്കെ പക്ഷെ പണ്ടേയുള്ള സാധാ ടൈപ്പ് ഓണപ്പൂവാണ്. ഇപ്പോഴൊക്കെ 2, 3, 4 തട്ടക്കുള്ള ഓണപ്പൂവൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഞാനിതൊക്കെ ഒരു തളികയിൽ പറിച്ചിട്ട് വെച്ചതാണ്. ലൈറ്റ് ഒരു ഓറഞ്ച് കളറിലെ ഓണപ്പൂ, വയലറ്റ്, അതുപോലെ തന്നെ വെള്ള കളറിലെ ഓണപ്പൂവും. ഈ പൂവൊക്കെ വെച്ചിട്ടാണ് ഞാൻ പൂവിടാൻ വേണ്ടി പോകുന്നത്. ഇതൊക്കെ ഞാൻ തളികയിൽ പറിച്ചിട്ട് അവിടെ റെഡിയാക്കി വെച്ചതായിരുന്നേ. കുറച്ച് പൂവേ ഉള്ളൂ, അങ്ങനെ ഒരുപാട് പൂക്കളൊന്നുമില്ല. ഇപ്പോൾ ഒരുപാട് കാടൊക്കെ പിടിച്ചിട്ട് ഇപ്പോൾ ചെടിയും പൂവൊക്കെ ഒരുപാട് പോയി. ഇപ്പോൾ കുറച്ച് പൂക്കളേ ഉള്ളൂ. തട്ട് ചെമ്പരത്തി ഇതാകെ ഇത്രേ കിട്ടിയുള്ളൂ. 3 മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളേ. അത് ഞാനിവിടെ പറിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനത്തെ ചെമ്പരത്തി പൂവൊക്കെ ഉണ്ടോ? ഇതൊക്കെ ഈ കളർ മാത്രമല്ല, ഇതിന് ഒരുപാട് കളറിൽ വരുന്നുണ്ട്. ഇതിപ്പോൾ ഓറഞ്ച് കളറിൽ വരുന്നതല്ലേ. അതുകൂടാതെ ഇവിടെ വേറൊരു ഹൈഡ്രല്ല പോലത്തെ ഒരു പൂവും കൂടി ഉണ്ടായിരുന്നു. എനിക്കതിന് ശരിക്കും പേരൊന്നും എനിക്കറിയില്ല. പക്ഷെ അത് മിക്ക വീടുകളിലും നമ്മൾ കാണുന്ന ഒരു പൂ തന്നെയാണത്. ഇത് ഹനുമാൻ കിരീടമാണ്. ഇത് ഞാൻ ഫസ്റ്റ് കാണിച്ച പൂ ഹനുമാൻ കിരീടം. ഇതൊന്നും ഇപ്പോൾ എവിടെയും കാണാൻ പോലും ഇല്ല ഈ പൂവൊന്നും. പണ്ടൊക്കെ നമ്മൾ പൂവിടുന്ന സമയത്ത് നമ്മുടെ കുട്ടിക്കാലത്താണ് ഈ ഒരു പൂവ് തന്നെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ഈ ഒരു പൂവാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു ഓറഞ്ച് കളറിൽ പൂവായിട്ട് തന്നെ നടുക്കൊരു റെഡ് കളറിൽ പൂവ് വരുന്നതാണ്. പക്ഷേ എനിക്കിതിൻ്റെ പേരറിയില്ല. നിങ്ങൾക്ക് ആരെങ്കിലും ഇതിൻ്റെ പേരറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ഒരുപാട് വിരിയും. ഈ ചെടി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മുറ്റത്ത് വീണാൽ മാത്രം മതി, മണ്ണിൽ വീണാൽ മാത്രം മതി, ഒരുപാട് വിരിയും. ഈ പൂവ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവില്ല. ഇതാണ് കമ്മൽപ്പൂ. ഇത് നമ്മളൊക്കെ ചെറുതിലേ പഠിക്കുന്ന സമയത്ത്, സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് റോഡ് സൈഡിലൊക്കെ ഒരുപാട് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്നുണ്ടാവും. ഇഷ്ടംപോലെ പൂക്കളുണ്ടാവും അവിടെ. അപ്പോൾ ഈ ഒരു നാടൻ പൂക്കളൊന്നും ഇപ്പം നമുക്കധികം എവിടെയും കാണാനില്ല. ഈ കാണുന്നത് ഉണ്ടച്ചെമ്പരത്തിയാണേ. ഉണ്ടച്ചെമ്പരത്തി നിങ്ങൾക്കൊക്കെ അറിയില്ലേ? വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ ഉണ്ടച്ചെമ്പരത്തി. ഇത് നല്ല തേനൊക്കെ ഉണ്ടാവും. ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ നല്ല തേനൊക്കെ ഉണ്ടാവും. ഇവിടെ ഒരുപാട് പക്ഷികൾ തേൻ കുടിക്കാനൊക്കെ വരാറുണ്ട്. ഇതാണ് ഉണ്ടച്ചെമ്പരത്തി എന്ന് പറയുന്നത്. ഇതൊരിക്കൽ നമ്മളൊരു കമ്പ് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചെമ്പരത്തി പൂ ഇതിൽ വിരിയും. നമ്മളൊക്കെ രാവിലെ തളികയിൽ പറിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പൂ തന്നെയാണ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായത്. ഒരിക്കൽ വിരിഞ്ഞാൽ തന്നെ നമുക്കതിൽ പിന്നെയും ഒരുപാട് പൂക്കളുണ്ടാവും. ഇതാ കണ്ടില്ലേ, ഞാൻ ഇത്രയും ഉണ്ടച്ചെമ്പരത്തി ഞാൻ പറിച്ച് വെച്ചിട്ടുണ്ട് പൂക്കളിടാൻ വേണ്ടിയിട്ട്. ഇത് ഒരു ചെടിയിൽ നിന്ന് മാത്രം കിട്ടിയതല്ല കേട്ടോ. 2, 3 സ്ഥലത്ത് നട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തു നിന്നൊക്കെ ഞാൻ പറിച്ചിട്ട് കൊണ്ടുവന്നെയാണ് പൂവിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു തളികയിൽ പറിച്ചിട്ട് വെച്ചതാണ്. പിന്നെ ഈ കാണുന്ന കണ്ടോ, ഇതാണ് തുളസി, കൃഷ്ണ തുളസി എന്ന് പറയും. ഇത് അമ്പലത്തിലൊക്കെ നമ്മളിത് കാണാറുണ്ട്. പക്ഷെ ഇപ്പോൾ വീടുകളിലൊക്കെ ഇപ്പോൾ കുറവാണ്. തുളസിയൊന്നും അധികമൊന്നും ഇവിടെ കാണുന്നില്ല. ചില വീടുകളിലൊക്കെ അവർ കൃത്യമായിട്ട് വളർത്തിയെടുക്കുന്നുണ്ട്. ഇതാണ് മന്ദാരപ്പൂ എന്ന് പറയും. മന്ദാരപ്പൂ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മന്ദാരപ്പൂവ് പാട്ട് കേട്ടിട്ടുണ്ടല്ലേ? മന്ദാരപ്പൂവിൻ്റെ പൂവ് വൈറ്റ് കളറിലാണ് വരുന്നത്. ഇതും അതുപോലെ തന്നെ ഒരു മരം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പൂക്കൾ വിരിയും. അതിൻ്റെ ആ ഒരു വിത്താണ് നമ്മളെ കാണുന്നത്. അതിൻ്റെ ഒരു നീളത്തിലൊരു അരിവാൾ പോലെ കാണുന്നില്ലേ? അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു കുരു ഉണ്ടാവും. അതാണ് അതിൻ്റെ വിത്ത് എന്ന് പറയുന്നത്. അത് ഉണങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിൻ്റെ വിത്ത് എടുത്തിട്ട് അതിൻ്റെ ചെടിയാക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇതിൻ്റെ കൊമ്പൊന്നും നട്ടാൽ ചെടി ആവില്ല. ഇതാണ് നമ്മൾ മന്ദാരപ്പൂ എന്ന് പറയുന്നത്. വേഗം വാടിപ്പോവും കേട്ടോ. ഒരുപാട് നേരമൊന്നും നിൽക്കില്ല, വേഗം അതിൻ്റെ ഇതളൊക്കെ അങ്ങ് അഴിഞ്ഞു പോവും. അപ്പോൾ ഇതാണ് മന്ദാരപ്പൂവ് എന്ന് പറയുന്നത്. ഇത് പറിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് തന്നെ പറിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഇതളഴിഞ്ഞു പോയാൽ പെട്ടെന്ന് തന്നെ അത് ഇളകിപ്പോകും. ഇത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്ന പൂ തന്നെയാണ്. ഇത് പക്ഷേ വേറൊരു സ്ഥലത്തും കൂടി ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ചെറിയൊരു കമ്പേ നട്ടിട്ടുള്ളൂ. പക്ഷെ ഒരുപാട് ഇങ്ങനെ എന്താ പറയുക, മഴയൊക്കെ പെയ്യുന്ന സമയത്ത് അതിങ്ങനെ ഒരുപാട് അതിൻ്റെ വേരിലൂടെ ഒരുപാട് ചെടികൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ചെറിയൊരു കമ്പ് മാത്രം നിങ്ങൾ നട്ടാൽ മതി, പിന്നെ തന്നാലെ അവിടെ നിന്ന് തന്നെ അത് ഒരുപാട് ഉണ്ടായിക്കോളും. അപ്പോൾ ഈ ഒരു ചെടീൻ്റെ പേരും എനിക്ക് അറിയത്തില്ല.
അപ്പോൾ ഇത് ഞാൻ കുറച്ചവിടെ പറിച്ചു വെച്ചു. ഇത് പിന്നെ ഇവിടെ കാട്ടിലുണ്ടായത് പൂവാണ്. ഒരു കാട്ടുചെക്കി പോലത്തെ ഒരു പൂവായിരുന്നു. കണ്ടില്ലേ, ഇതിൻ്റെ കളറ് വരുന്ന ഒരു വയലറ്റ് പോലത്തെ വരുന്നൊരു കളറാണ്, ഒരു പിങ്ക് വയലറ്റ് പോലത്തെ വരുന്നൊരു കളറാണ്. അതിൻ്റെ നടുക്കൊരു ചെറിയൊരു പൂ പോലെ ആയിട്ട് കണ്ടില്ലേ, നിങ്ങൾക്ക് ശരിക്കും കാണുന്നില്ല, അതിൻ്റെ അകത്ത് ചെറിയൊരു പൂ പോലെ ആയിട്ട് ഒരു കമ്മൽ പൂ പോലത്തെ ഒരു മോഡൽ വരുന്നൊരു പൂവാണ് അതിൽ വരുന്നത്. പിന്നെ ഇതൊരു വയലറ്റ് കളറിൽ പൂവാണ്. ഇത് നമുക്ക് സാധാരണ ഈ തൊടികളിലും പിന്നെ കാട്ടിലും പിന്നെ വരമ്പിൻ്റെ അവിടെയൊക്കെ നമ്മൾ കാണുന്ന പൂ തന്നെയാണ് ഇത്. പക്ഷെ വേഗം വാടിപ്പോവും. ഇതൊരുപാട് ഇങ്ങനെ വള്ളികളിലായിട്ട് ഒരുപാട് ഇങ്ങനെ പടർന്നുള്ള ചെടി തന്നെയാണ്. നമ്മൾ എത്ര കൊത്തിക്കളഞ്ഞാലും പിന്നെയും അതിങ്ങനെ വളർന്ന് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു പൂവ് കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. അവിടെ ഞാനത് അവിടുന്ന് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് പൂവ് മാത്രം പറിച്ചത് വേഗം വാടിപ്പോകുന്നത് ഞാൻ അതിൻ്റെ തണ്ടെടുക്കാണ് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഞാനിതുപോലെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി അവിടെ തളിക്കൽ ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചു. പിന്നെ കൃഷ്ണ തുളസിയും കുറച്ച് പറിച്ചിട്ടുണ്ടായിരുന്നേ. കൃഷ്ണ തുളസി അതിൻ്റെ തളിരോടെ ഞാനിങ്ങനെ നുള്ളി എടുക്കുകയാണ് ചെയ്തത്. ആ തുളസി നമുക്ക് വളരെ പരിശുദ്ധമായ ഒന്ന് തന്നെയാണല്ലോ. അപ്പോൾ ആ ഒരു പൂവിടുന്നതിലൊക്കെ ഒരു തുളസിയും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതും കൂടി ഒന്ന് പറിച്ചെടുത്തത്. ഇത് നിങ്ങൾക്കറിയായിരിക്കും, എല്ലാവരും വീട്ടിലുണ്ടാകുന്ന ചെടി തന്നെയല്ലേ ചെക്കിപ്പൂവ്. ഈ ചെക്കി അതുപോലെ തന്നെ പല കളറിൽ വരുന്നുണ്ട്, റെഡും ഓറഞ്ചും എന്തൊക്കെയോ കളറുണ്ട് ചെക്കി എന്ന് പറയുന്നത്. പക്ഷേ ഇതിപ്പോൾ എൻ്റെ അടുത്തുള്ളത് ഈ റെഡ് കളറാണ്. ഒരുപാട് ചെക്കി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ ചിലതൊക്കെ ഉണങ്ങിപ്പോയതുകൊണ്ടാണ്. ഇതായത് ഇപ്പോൾ ഇതാ കണ്ടോ, ഇത് നല്ല കൊല പോലെ വിരിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ ഇവിടെ കുറച്ചേ വിരിഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ പിന്നെ ഉള്ളത് ഞാനിങ്ങനെ പറിച്ചിങ്ങ് എടുത്തു. എന്തായാലും പൂവിടാൻ വേണ്ടിയിട്ട് വേണമല്ലോ, നാടൻ പൂവാണെന്നുള്ളതുകൊണ്ട് ഞാൻ പിന്നെ അതും കൂടി പറിച്ചെടുത്തത്. ഇതും അതുപോലെ കാട്ടിലിങ്ങനെ വള്ളിയിലിങ്ങനെ പടർന്നിട്ടുണ്ടാകുന്ന പൂവാണ്. ഇതും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ ഈ പൂവെല്ലാം? ഒരുപാട് അവിടെ വള്ളികളിൽ ഇങ്ങനെ ഒരുപാട് ഇതാ ഒരു പൂമ്പാറ്റ അവിടുന്ന് പറക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവിടുന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു വൈറ്റ് കളർ പൂമ്പാറ്റ. ഇപ്പോൾ പൂമ്പാറ്റയൊന്നും ഇപ്പോൾ എവിടെയും കാണാനൊന്നും ഇല്ലല്ലോ അല്ലേ, അപൂർവമായിട്ട് മാത്രമേ നമുക്ക് ഈ പൂമ്പാറ്റേനെ കണ്ടു കിട്ടുള്ളൂ. അപ്പോൾ അവിടുന്ന് ആ പൂമ്പാറ്റ ഇങ്ങനെ പറക്കുന്നുണ്ടപ്പോൾ ഞാൻ പിന്നെ പിന്നാലെ ക്യാമറയും കൂടെ അതിൻ്റെ പിന്നാലെ പോയി. അവിടെ എവിടെയോ അത് ഇരുന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അതവിടെ പോയി അത് ഇരുന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഞാൻ അതിൻ്റെ ഫോക്കസ് ചെയ്ത് കാണിക്കാമെന്ന് വെച്ചു, പക്ഷേ അതങ്ങനെ പെട്ടെന്ന് അങ്ങനെ നിൽക്കുന്നില്ല, വേഗം അവിടുന്ന് പിടിവിട്ട് പറന്ന് കളഞ്ഞു. അപ്പോൾ ഇത്രയും പൂക്കളാണ് ഞാനിപ്പോൾ പറിച്ചു വെച്ചിട്ടുള്ളത്. ഇതൊക്കെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഓണപ്പൂക്കൾ ഒരുക്കാൻ പോകുന്നത്. ഈ ഓണം നമ്മളെ പഠിപ്പിക്കുന്നത് ഒരുമയും പങ്കിടലുമാണ്. പൂക്കളെല്ലാം ചേർന്ന പോലെ ഹൃദയങ്ങളും ചേർന്നാൽ മാത്രമേ ജീവിതം മനോഹരമാകുള്ളൂ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. പൂക്കളിൻ്റെ ഒരുമ പോലെ തന്നെ മനസ്സുകൾ കൂടിച്ചേർന്ന ജീവിതം തന്നെ ഒരു പൂക്കളം തന്നെ ആയി മാറും. ഈ ഓണം നിങ്ങളുടെ വീടുകളിൽ സന്തോഷവും സമൃദ്ധിയും നിറയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് കേട്ടോ. സ്വപ്നങ്ങൾ പൂക്കളരിയായി, അതുപോലെ തന്നെ സന്തോഷങ്ങൾക്ക് മാവേലിക്കാലമായി ദിവസങ്ങൾ മാറട്ടെ എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു പൂവ് നിങ്ങൾക്കറിയാലോ, ചെമ്പരത്തിയാണ്, നാടൻ ചെമ്പരത്തി. നമ്മുടെ വീടുകളിലൊക്കെ മിക്ക വീടുകളിലും കാണുന്ന സാധാ ചെമ്പരത്തി തന്നെയാണ്. ഇത് വലിയ പൂവായിട്ടാണ് വിരിയുക. ഇത് ഈ ചെമ്പരത്തിൻ്റെ മരം എന്ന് വെച്ചാൽ നല്ല ഹൈറ്റിൽ പോവും, ഏറ്റവും ടോപ്പിൽ പോവും. അതെനിക്ക് പറിക്കാനൊന്നും എത്തുന്നുണ്ടായിട്ടില്ല, അത്രയും ഹൈറ്റിലാണ് ചെമ്പരത്തി മരം ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ തൽക്കാലം ഞാനൊരു വടിയെടുത്തിട്ട് താഴെ എനിക്ക് എത്തുന്ന സൈഡിൽ ഒന്ന് മാത്രം ഞാൻ പറിച്ചിട്ടാണ്. അങ്ങനെയാണ് ആ ഒരു ചെമ്പരത്തി കിട്ടിയത്. ബാക്കിയൊന്നും എനിക്ക് പറിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഉള്ള ഈ പൂക്കൾ കൊണ്ട് ഞാൻ സാധാ ഒരു മുറ്റത്ത് നാടൻ പൂക്കൾ മാത്രം വെച്ച് ഒരു ചെറിയൊരു പൂക്കളം നിങ്ങൾക്കായി ഒരുക്കി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വർഷത്തെ ഓണം നന്മയും സമൃദ്ധിയും നിറഞ്ഞ ഒന്നാവട്ടെ എന്ന് ഞാൻ ഒന്നുകൂടി പ്രാർത്ഥിക്കുവാണേ. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ച് സദ്യയൊക്കെ ഉണ്ട് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, സീ യു.